ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ. കുറേ നാൾ കൂടി ഞാൻ എറണാകുളം പോവുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ലാബ് ടെക്നീഷ്യന്മാരുടെ ട്രെയിനിങ് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകണം. അപ്പോൾ രാവിലെ തന്നെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അല്ലിക്കുഞ്ഞും തെച്ചുട്ടിക്കും ചെറുതായിട്ട് ഇപ്പോൾ തണുപ്പൊക്കെ കൂടിയതുകൊണ്ട് തന്നെ ജലദോഷം കഫമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്കൂളിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് വിട്ടിട്ടില്ല. ഒന്ന് ഓക്കെ ആയിട്ട് വിടാമെന്ന് വിചാരിച്ചു. തണുപ്പ് കയറി കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് അല്ലിക്കുഞ്ഞിൻ്റെ കാര്യം. ശ്വാസം മുട്ടലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ പേടിയായിട്ട് തണുപ്പ് വരുമ്പോഴേ. അങ്ങനെ രാവിലെ ഇന്ന് പുട്ടും കടലക്കറിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ കടലക്കറിൻ്റെ സെറ്റപ്പൊക്കെ ആക്കുന്നുണ്ട്. ഞാൻ കടലക്കറിയും മുട്ടക്കറിയൊക്കെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ഉണ്ടാക്കുന്നത്. കാരണം കുക്കറിൽ വെച്ചിട്ട് വിസിലടുപ്പിച്ചിട്ടാണ് സവോളയും കാര്യങ്ങളും വേവിക്കുക. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പിന്നെ സവോള വഴറ്റാൻ നിൽക്കാറില്ല കേട്ടോ. ഫുൾ കുക്കറിലോട്ട് എല്ലാം എടുത്ത് തട്ടും. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, സവോള, തക്കാളി, കടല ഇച്ചിരി വെള്ളം ഉപ്പൊക്കെ ഇട്ട് അങ്ങ് കുക്കറിലിട്ടു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗ്യാസ് ഒന്ന് പണി തന്നു. അപ്പോൾ ഏട്ടാ ഒന്ന് ഗ്യാസൊക്കെ ഫിറ്റ് ചെയ്ത് തന്നു. ഭാഗ്യത്തിന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗ്യാസൊക്കെ വെച്ചു. പിന്നെ ഇതേ പുട്ട് കുഴയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നേരത്തെ പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിള്ളേർ എഴുന്നേൽക്കുന്നതിന് മുന്നേ ഒന്ന് പെട്ടെന്ന് ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ അമ്മച്ചി കടയിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചായിരുന്നേ. അപ്പോൾ അതൊക്കെ ഇതെല്ലാം അടുക്കി വെച്ചായിരുന്നു. എല്ലാം പുറത്ത് തന്നെ വെച്ചേക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒതുക്കിയിട്ട് കടലയും സെറ്റാക്കി വെച്ചു. എന്നിട്ട് ഞാൻ റെഡി ആവുകയാണ് ട്രെയിനിങ്ങിന് പോകാനായിട്ട്. നേരത്തെ പോകണം എന്നൊക്കെ പറഞ്ഞാലും എല്ലാം കഴിഞ്ഞ് റെഡി ആയപ്പോൾ ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഏട്ടാ എന്തായാലും ഡ്യൂട്ടിക്കാണ് വഴിക്കാൻ പോകുന്നത്. അപ്പോൾ എന്നെ പറഞ്ഞു. ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അത് കൃത്യസമയത്ത് എങ്ങനെയാണെങ്കിലും എഴുന്നേറ്റ് വരും. പിന്നെ അവളെ നോക്കി ഇരുത്തി പാലൊക്കെ കൊടുത്തിരുത്തിയിട്ടാണ് ബാക്കി ഞാൻ റെഡി ആവണം കേട്ടോ. അങ്ങനത്തെ സെറ്റായി റെഡി ആയിട്ട് ഞങ്ങൾ ബൈക്കിനാട്ടോ പോണത്. ഇപ്പോൾ ബസ്സിന് പോകുന്നത് ആദ്യം വിചാരിച്ചു. കുറേ നാളായി ബസ്സിനൊക്കെ പോയിട്ട്. പക്ഷേ എറണാകുളം വരെ പോകുമ്പോഴേക്കും ഉള്ള സമയം കൂടി പോകും. അതുകൊണ്ട് തന്നെ ബൈക്കിന് കൊണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ക്ലാസ് രാവിലെ ഒരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ 10:45 എത്തിയിട്ട് കേസും കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ ആ സമയം മുതലൊരു 4-4:30 വരെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ലഞ്ചും പിന്നെ ചെറിയ കടിയും സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് അടിപൊളി ക്ലാസ്സൊക്കെ ആയിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ലഞ്ചിന് ബിരിയാണി ആയിരുന്നു. അങ്ങനെ അത് കഴിച്ച് അതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പിന് ഞാൻ എടുത്ത വീഡിയോ ആണ് ഇത്. അങ്ങനെ വൈകുന്നേരം ഒരു 4:30 ആയപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഏട്ടയുടെ വണ്ടി ഇന്ന് നമ്മൾ എറണാകുളത്ത് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ അവിടെ വണ്ടിയുടെ ഷോറൂമിലാണ്. അപ്പോൾ ഞാൻ നേരെ ഒരു ഊബറും പിടിച്ച് ഷോറൂമിലോട്ട് പോയി. അവിടെ നിന്ന് ഏട്ടനും കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് പിന്നെ വീട്ടിലോട്ട് പോയത് കേട്ടോ. എന്തായാലും ആ സമയമായപ്പോഴേക്കും ഒരു 6 മണി ആവാറായി. 6:30 ഒരു 5:30 കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ പണ്ടൊക്കെ സ്ഥിരം കയറിക്കൊണ്ടിരുന്ന ഷോപ്പുണ്ട് കേട്ടോ. ഒരു കപ്പ ബിരിയാണിയൊക്കെ കഴിക്കാൻ കയറുന്ന കടയാണ്. അവിടെ കയറി നമ്മളൊരു ഷവർമ്മ കഴിച്ചു. ഏകദേശം ഒരു വർഷത്തിന് മേലെ ഞാൻ ഷവർമ്മ കഴിച്ചിട്ട്. അങ്ങനെ ഞാൻ റോള് പറഞ്ഞു, ഏട്ടാ ഒരു പ്ലേറ്റ് ഷവർമ്മ പറഞ്ഞു. അതൊക്കെ കഴിച്ച് ഒരു ഫ്രഷ് ലൈമൊക്കെ കുടിച്ച് നമ്മൾ നേരെ ഇറങ്ങി. ചെറുതായിട്ട് മഴ തുടങ്ങിയായിരുന്നു. അപ്പോൾ പണി കിട്ടുമെന്ന് വിചാരിച്ചു. എനിക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എന്തായാലും വീട്ടിലെത്തിയപ്പോഴേക്കും മഴ പെയ്തില്ല. ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ 2 പേരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ടിരുന്നു എന്ന് അമ്മച്ചി പറഞ്ഞു കേട്ടോ. ഞങ്ങളെ കണ്ട പാടത്തെ ചാടി ഓടി പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ക്ലാസ്സിലും വിട്ടില്ലായിരുന്നല്ലോ. കാരണം വിട്ടാൽ തന്നെ വൈകുന്നേരം വിളിച്ചുകൊണ്ട് വരാൻ ആ സമയത്ത് ആരും ഇല്ലായിരുന്നു. പിന്നെ വയ്യായിരുന്നല്ലോ. നേരത്തെ കടയിൽ കയറിയപ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചായിരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി കൊടുക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം. ബൈ.